ഹായ് ഗൈസ്, ഇന്ന് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ 2025-26 ബഡ്ജറ്റ് സബ്മിറ്റ് ചെയ്തു. അപ്പോൾ ഈ ബഡ്ജറ്റിൽ എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്, എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉള്ളത്, അതുപോലെ തന്നെ മിഡിൽ ക്ലാസ്സിന് ടാക്സ് ഇപ്പോൾ കുറച്ചു എന്ന് പറഞ്ഞാലോ അത് പിന്നീട് മിഡിൽ ക്ലാസ്സിന് എന്തെല്ലാം രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ അതായത് അഗ്രികൾച്ചർ, എഡ്യൂക്കേഷൻ, ഡിഫൻസ് അങ്ങനെ എല്ലാ സെക്ടറുകളിലും എന്തെല്ലാം ബഡ്ജറ്റുകളാണ് കൊണ്ടുവരാൻ പോകുന്നത് ഉള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയി ചർച്ച ചെയ്യാൻ പോകുന്നത് ഇപ്പൊ വീഡിയോയിലേക്ക് കിടക്കാം. ഓരോ ബഡ്ജറ്റിലും പല സെക്ടറുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ ഓരോ സെക്ടറുകളും നമുക്ക് നോക്കി വരാം. ആദ്യം തന്നെ നമുക്ക് കൃഷി സെക്ടർ നോക്കാം, അതായത് അഗ്രികൾച്ചർ സെക്ടർ നോക്കിയതിനു ശേഷം, കാരണം ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ ഇതേ അഗ്രികൾച്ചർ തന്നെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് അത് നോക്കാം. അപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിൽ എന്തൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് വെച്ചാൽ, പ്രധാനമന്ത്രി ധ്യാൻ ധന്യ യോജന എന്ന് പറയുന്ന ആ ഒരു സ്കീമിലൂടെ 100 ഗ്രാമങ്ങളിലുള്ള 1.7 കോടി കർഷകരാണ് ഡയറക്റ്റ് ബെനിഫിറ്റ് ആവാൻ പോവുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മാത്രമല്ല, കോട്ടൺ കൂടുതലായിട്ടും ഉൽപാദനം ചെയ്യുന്ന കർഷകർക്കെല്ലാം തന്നെ സ്പെഷ്യൽ സ്കീംസ് കൊണ്ടുവരും. ഇതുപോലെ തന്നെ മഖാന എന്ന് പറയുന്ന സീഡ്, അതായത് ബീഹാറിലൊക്കെയാണ് കൂടുതലും ഇത് കൃഷി ചെയ്തു വരുന്നത്. ആ സീഡുകൾ ഉൽപാദനം ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് കൂട്ടും. അതിന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയുള്ള എല്ലാവിധ ഇൻവെസ്റ്റ്മെന്റുകളും കൊണ്ടുവന്ന് ആ പ്രൊഡക്ടിവിറ്റി കൂട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മാത്രമല്ല, കിസാൻ കാർഡിലൂടെ ഷോർട്ട് ടൈം ക്രെഡിറ്റ് ലോണുകൾ ഇനി കൂട്ടും. അതുപോലെ തന്നെ ഈ ഷോർട്ട് ടൈം ക്രെഡിറ്റ് ലോണിൽ ഇനി കൂടുതലായിട്ടും ഈ കിസാൻ കാർഡിലോട്ട് ഡയറി ഫാർമേഴ്സിനെയും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന വിധത്തിലായിരിക്കും ഇനി അടുത്ത 5 വർഷം പോകാൻ പോകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുകൂടാതെ സീഡ്സ് ആൻഡ് പൾസ്, അതായത് നവധാന്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഈ സെക്ടറുകളിലുള്ള കൃഷി ഉൽപാദനം ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം തന്നെ കൂടുതൽ ബൂസ്റ്റ് ആണ് ഈ ഒരു ബഡ്ജറ്റിൽ കണ്ടിരിക്കുന്നത്. അതുപോലെ ഗ്രാമങ്ങളിലെല്ലാം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെക്ടറായ പോസ്റ്റ് ഓഫീസിന്റെ കൂടുതൽ പ്രവർത്തനങ്ങൾ ഇനി കൂട്ടാൻ തുടങ്ങും. അതായത് പോസ്റ്റ് ഓഫീസിനെ ഡയറക്റ്റ് ആയിട്ട് കടമെടുക്കാനും അതുപോലെ തന്നെ ഇൻഷുറൻസ് ചേരാനും സേവിങ്സ് അക്കൗണ്ടുകളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ പോസ്റ്റ് ഓഫീസ് കൂടുതലും എഫിഷ്യന്റ് ആക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത സെക്ടറിലോട്ട് കിടക്കാം, MSME, അതായത് മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ്, അതായത് ചെറിയ തരത്തിലുള്ള എന്റർപ്രൈസസ്. അപ്പോൾ ഇവർക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിസാൻ കാർഡ് പോലെ, അതായത് കൃഷി ഫാർമേഴ്സിന്, അതായത് കർഷകർക്ക് എങ്ങനെ കിസാൻ കാർഡ് ഉണ്ടോ അതേപോലെ തന്നെ കാർഡുകൾ ഇവിടെയും കൊണ്ടുവരും. ആദ്യത്തെ സ്റ്റേജിൽ തന്നെ 10 ലക്ഷം ആൾക്കാർക്ക് ഈ കാർഡുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, അതായത് ആദ്യമായിട്ട് ഒരു സംരംഭം തുടങ്ങുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ ട്രൈബൽ ആൾക്കാർക്കും സ്ത്രീകൾക്കും കൂടുതൽ മുൻഗണന കൊടുത്തുകൊണ്ട് ഈ കാർഡുകൾ കിട്ടും. അപ്പോൾ ഇവർക്കെല്ലാം തന്നെ ഈ കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഇപ്പോൾ ഒരു സംരംഭം തുടങ്ങണം എന്ന് വെച്ചാൽ ഒരു ലിമിറ്റഡ് എമൗണ്ടിന് വേണ്ടി നമ്മൾ, അതായത് ആൾക്കാരുടെ അടുത്ത് പോയി പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് ഈ കാർഡ് നമ്മൾ വാങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഗവൺമെന്റ് തന്നെ നമുക്ക് ഇത്ര എമൗണ്ടുകൾ അവൈൽ ചെയ്ത് കിട്ടും. അപ്പോൾ ഇത് വെച്ച് നമുക്ക് സംരംഭം തുടങ്ങാനും പറ്റും, അതിലൂടെ നമുക്ക് നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാനും പറ്റും. ഇത് ഏറ്റവും നല്ലൊരു ഇമ്പോർട്ടൻറ്റ് സ്കീമായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ MSMEയിൽ അടുത്ത ഇമ്പോർട്ടൻറ്റ് പറഞ്ഞിരിക്കുന്ന ഫുഡ്വെയർ സെക്ടറാണ്. ഫുഡ്വെയറും ലെതറും കൂടെ, അതായത് ചെരുപ്പ് അതുപോലെ തന്നെ ഷൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ കൂടുതൽ ഷെയർസ് എടുത്തുകൊണ്ട് കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെന്റുകൾ കൊടുത്തുകൊണ്ട് കൂടുതൽ പ്രൊഡക്ടിവിറ്റി നടത്താൻ ശ്രമിക്കും. ഇതുകൊണ്ട് തന്നെ ഏകദേശം ഗവൺമെന്റ് എക്സ്പെക്ട് ചെയ്യുന്നത് 1.1 ലക്ഷം കോടി രൂപ, അതായത് സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യാം, മറ്റു രാജ്യത്തോട്ട് കയറ്റി അയക്കാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 12 ലക്ഷം ആൾക്കാരുള്ള ഡയറക്റ്റ് ആയിട്ട്, അതായത് ഇതിലൂടെ തൊഴിലവസരം എത്തിച്ചേരും എന്നും പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ തന്നെ ഇന്ത്യയുടെ ഈ സെക്ടറുകൾ ബൂസ്റ്റ് ആവാനും ശ്രമിക്കും. അപ്പോൾ ഇതും ഒരു നല്ലൊരു സ്കീമായി പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ അടുത്തത് കളിപ്പാട്ടങ്ങൾ, അതായത് നമ്മുടെ കുട്ടികളെല്ലാം തന്നെ മേടിക്കുന്ന എന്ത് സാധനങ്ങൾ, ചെറിയ വാട്ടർ ഗൺ തൊട്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എടുത്ത് നമ്മൾ അതിന്റെ സ്റ്റിക്കർ നോക്കിക്കഴിഞ്ഞാൽ മെയ്ഡ് ഇൻ ചൈന എന്നാണ് കാണാൻ പറ്റുക. കാരണം ഇന്ത്യൻ സാധനങ്ങൾ നമ്മൾ തെരഞ്ഞു പോവുകയാണെങ്കിൽ അത് നമ്മൾ ഡബിൾ പേ കൊടുക്കേണ്ടി വരും. പക്ഷെ ഇനി അങ്ങനെയല്ല, അതായത് മെയ്ഡ് ഇൻ ഇന്ത്യ ടോയ് സെക്ടറും നമ്മൾ ഡോമിനേറ്റ് ചെയ്യാൻ പോവാണ്. കഴിഞ്ഞ വർഷം തന്നെ അതായത് നമ്മൾ നല്ല രീതിയിൽ ടോയ് സെക്ടർ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത 5 വർഷം കൊണ്ട് ഈ സെക്ടറുകളും ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തിക്കൊണ്ട് ടോയ് സെക്ടറുകളും ഇന്ത്യ ഡോമിനൻസ് കാണിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ബീഹാറിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് എന്ന് പറയുന്ന ആ ടെക്നോളജിയുള്ള ആ കേന്ദ്രം പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ട്രോൾ വന്നിട്ടുണ്ടായിരുന്നു, അതായത് ബീഹാർ 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 എന്ന് മാത്രമോ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററിന് സംസാരിക്കാൻ നേരമുണ്ടായിരുന്നു എന്ന്. അത് പകുതി സത്യം തന്നെയാണ്. ബീഹാറിന് കൂടുതൽ കാര്യങ്ങൾ എടുത്തു കൊടുത്തു. നമുക്കറിയാം, അതായത് 2025 ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഒബ്വിയസ്ലി ഒരു ബഡ്ജറ്റ് നടത്തുന്നുണ്ടെങ്കിൽ ഭരണപക്ഷ പാർട്ടിക്ക് അനുകൂലമായ കാര്യങ്ങൾ കൂടുതലും അതിൽ കൊണ്ടുവരുന്ന അറിയാം. അതിലൊരു സെക്ടർ ബീഹാറാണ്. ബീഹാറിൽ ഇലക്ഷൻ നടക്കുകയാണ്.
അതുകൊണ്ട് ബീഹാറിന് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പരിഗണിച്ചിട്ടുണ്ട്. അതിൽ ഇതും ഒന്നാണ്. ഇനി അടുത്ത സെക്ടറിലോട്ട് കിടക്കാം. ഇപ്പോൾ 2 സെക്ടറുകൾ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സെക്ടറായ എക്കണോമിയും ഇന്നോവേഷൻ, ഇത് രണ്ടും കൂടെ സെപ്പറേറ്റ് നമ്മൾ നോക്കുന്നില്ല, രണ്ടും കൂടെ ഒരുമിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ എക്കണോമിക്കും ഇന്നോവേഷനും എന്തെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ സെക്ടറുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും IITs കൂടുതലായിട്ടും അവരുടെ സീറ്റുകൾ കൂട്ടാൻ ശ്രമിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോഴുള്ള സീറ്റിംഗ് കപ്പാസിറ്റി കൂട്ടും. ഇതുകൊണ്ട് IITയിലെല്ലാം തന്നെ കൂടുതൽ കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിലാണ് അടുത്ത എക്സ്പാൻഷൻ പോകുന്നത്. ഇത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം ഇന്ത്യ പോപ്പുലേഷൻ കൂടുതൽ വരികയാണ്, ചൈനയെക്കാട്ടിലും കൂടുതൽ എത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറും IITന്റെ എല്ലാം തന്നെ സീറ്റിംഗ് കൂട്ടിയാലോ നമുക്ക് ആ കോമ്പറ്റീഷൻ നിലനിർത്താൻ പറ്റുള്ളൂ. ഇനി അടുത്ത കാര്യം പറഞ്ഞിരിക്കുന്നത് ജില്ലാ ഹെഡ് ഹോസ്പിറ്റലുകൾ, അതായത് ജില്ലാ ആശുപത്രികളിലെല്ലാം തന്നെ ക്യാൻസറിന് തനിച്ച് ഒരു സെഗ്മെന്റ് കൊണ്ടുവരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു വിഭാഗം ക്യാൻസറിന് തനിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ഇതുവരെ പല ഹോസ്പിറ്റലുകളിലും ക്യാൻസറിന് തനിച്ചില്ല. ക്യാൻസർ പേഷ്യന്റ് പോയി കഴിഞ്ഞാൽ സാധാരണ MBBS ഡോക്ടറിനെ എല്ലാമാണ് കാണേണ്ട ആവശ്യം. അപ്പോൾ ഇനി അതിന്റെ ആവശ്യമില്ല. അത് പ്രൈവറ്റ് സെക്ടറിനെ കൂടുതലായിട്ടും നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പോകേണ്ട. നമ്മൾ ഇനി എല്ലാ ജില്ലാ ആശുപത്രികളിലും ക്യാൻസറിന് തനിച്ചായിട്ട് ഒരു സെഗ്മെന്റ്, ഒരു വിഭാഗം കൊണ്ടുവരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് ഞാൻ 10/10 റേറ്റിംഗ് തന്നെ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ സ്റ്റുഡൻസിനെ വെച്ച് നോക്കുമ്പോൾ അതായത് എല്ലാ സ്കൂളുകളിലും ഡിജിറ്റൽ പരമായിട്ടുള്ള എഡ്യൂക്കേഷൻ കൂടുതലും കൊണ്ടുവരികയാണ്. അതായത് നമുക്കറിയാം ഇപ്പോൾ അടുത്ത ലോകം മൊത്തം ഡിജിറ്റലൈസ് ആണ്. അപ്പോൾ ഇനി ഡിജിറ്റലൈസ് പരമായിട്ടുള്ള എഡ്യൂക്കേഷൻ കൊണ്ടുവരാൻ പോവുകയാണ്. അതുമാത്രമല്ല 50,000 ഹൈടെക് ലാബുകൾ ഗവൺമെന്റ് സ്കൂൾസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതും ഓൾമോസ്റ്റ് നല്ല കാര്യം. അടുത്ത 5 വർഷത്തിൽ AI ഡെവലപ്മെന്റുകളും കൂട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ വട്ടം ട്രംപ് വന്നപ്പോൾ തന്നെ അവർ ഏകദേശം 500 ബില്യണോളം കൊടുത്തു. അപ്പോൾ അത്രയൊന്നും നമുക്ക് ഡെഡിക്കേറ്റ് ആയി സ്പെൻഡ് ചെയ്യാനില്ല. പക്ഷെ എങ്കിലും AI വളർച്ചയ്ക്ക് വേണ്ടി നമ്മളും നല്ലൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എമൗണ്ടിലല്ല കാര്യം, എമൗണ്ടിലാണ് കാര്യം എന്നിങ്ങനെ അതായത് DRDOയും ISRO എല്ലാം തന്നെ ഇത്ര എഫക്റ്റീവായി വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇതിനും നമ്മളൊരു സെക്ടർ പരമാവധി തിരിച്ച് ഒരു എമൗണ്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും നല്ലൊരു വിഷയം തന്നെയാണ്. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് സ്കൂൾസിൽ പലർക്കും അറിയാം അത് ഇന്റർനെറ്റ് ഫെസിലിറ്റി ഇല്ല. ഇവർക്കെല്ലാം തന്നെ ഒരു ന്യൂസ് കിട്ടണമെങ്കിലോ അല്ലെങ്കിൽ കുട്ടികൾക്കെല്ലാം തന്നെ ഇന്റർനെറ്റ് ഉപയോഗിക്കണമെങ്കിൽ വീട്ടിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ വീട്ടിലെല്ലായിടത്തും ഉണ്ട്, പക്ഷെ എങ്കിലും ഇല്ലാത്ത കുട്ടികൾക്കെല്ലാം തന്നെ അതിന്റെ അവസരം ഇല്ലാണ്ടായി പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് സ്കൂൾസിൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ കൊണ്ടുവരാൻ പോവുകയാണ്. അതുകൂടാതെ മെഡിക്കൽ സ്കൂളുകൾ, അതായത് മെഡിക്കൽ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം തന്നെ ഇപ്പോഴുള്ളതിനെക്കാട്ടിലും സീറ്റിംഗ് കൂട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മെഡിക്കൽ കോളേജുകളിലെല്ലാം തന്നെ സീറ്റിംഗ് കൂട്ടും. അതായത് 6000 കുട്ടികളാണെങ്കിൽ അത് 7000 ആക്കി വർദ്ധിപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുകൂടാതെ അതായത് ജലജീവൻ എന്ന് പറയുന്ന പദ്ധതിയിലൂടെ ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റിനും പവർ സെക്ടറുകളിലും കൂടുതലായിട്ടും ഇൻവെസ്റ്റ്മെന്റുകൾ കൊടുക്കും. അതായത് 2028 വരെ ഇത് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റേറ്റിനും ഇതുവരെ ഉണ്ടായിരുന്ന അതേ പദ്ധതിയും അതേ സ്കീമുകളും 2028 വരെ കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുകൂടാതെ അതായത് മത്സ്യം റിലേറ്റഡ് ആയിട്ടുള്ള കൃഷിക്കെല്ലാം തന്നെ കൂടുതലായിട്ടും ഫണ്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പുറമെ ഇതിന്റെ ഒപ്പം തന്നെ ന്യൂക്ലിയർ ഫെസിലിറ്റിക്ക് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റുകളും നടത്തിയിട്ടുണ്ട്. ഇത് 49% ഡയറക്റ്റ് സെൻട്രൽ ഗവൺമെന്റ് തന്നെ ഈ പദ്ധതികൾക്കെല്ലാം തന്നെ ഫണ്ട് ചെയ്യും. ബാക്കി സ്റ്റേറ്റ് ഗവൺമെന്റ് ഫണ്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് അടുത്ത 10 വർഷം കൊണ്ട് ഏകദേശം 120 ചെറിയ എയർപോർട്ട്സ്, സ്മോൾ എയർപോർട്ട്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇച്ചിരി കൂടെ ഉള്ളിലുള്ള ഏരിയകളിലെല്ലാം തന്നെ 120ഓളം സ്മോൾ എയർപോർട്ട്സുകൾ കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു എയർപോർട്ട്സ് കൊണ്ട് പ്രധാനമായും ലക്ഷ്യമിടുന്നത് ടൂറിസമാണ്. അതായത് ഇച്ചിരി കൂടുതൽ ഉള്ളിലോട്ടൊക്കെ പോകുന്ന സ്ഥലങ്ങളാണെങ്കിൽ എയർപോർട്ട് ഇല്ലെങ്കിൽ അത് പലരും അങ്ങോട്ട് പോകുന്നുള്ള ട്രാൻസ്പോർട്ട് ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ ടൂറിസ്റ്റ് ഇല്ലാണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ ആ ടൂറിസം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി കൂടുതലും നോർത്ത് ഈസ്റ്റ് ആ സ്ഥലങ്ങളിലും അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും നോർത്ത് ഈസ്റ്റിനാണ് കൂടുതലായും പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ബീഹാറിലെല്ലാം തന്നെ ഗ്രീൻ എയർപോർട്ട് തുടങ്ങിയ അങ്ങനെയുള്ള എയർപോർട്ടുകൾ 120 അടുത്ത 10 വർഷം കൊണ്ട് നിർമ്മിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനു പുറമെ സ്റ്റേറ്റും അതുപോലെ തന്നെ സെൻട്രലും കൂടി പുതിയതായിട്ട് 50 പുതിയ ടൂറിസം സെന്ററുകൾ ഡെവലപ്പ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിനും ഒരു ടൂറിസം എങ്കിലും ഇതിൽ എക്സ്പെക്ട് ചെയ്യാം. അതും ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മുടെ എല്ലാ ഗവൺമെന്റ് എക്കണോമിക്ക് നല്ലൊരു കാര്യം. പുറമെ ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഈ വിസ ഫോറിൻ മിനിസ്ട്രിയുമായിട്ട് ചേർന്നുകൊണ്ട് ഈ വിസ ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുകൊണ്ട് ടൂറിസ്റ്റിന് ഡയറക്റ്റ് ആയി വരാനും പോകാനും ഈ വിസ അപ്ലൈ ചെയ്തുകൊണ്ട് എളുപ്പത്തിൽ ഈ കാര്യങ്ങളെല്ലാം പ്രോസസ് ചെയ്യാൻ പറ്റും. ഇത് വിച്ച് ഈസ് ഡയറക്ട്ലി ബെനിഫിറ്റ് ടു ദ എക്കണോമി ഓഫ് സ്റ്റേറ്റ് ആസ് വെൽ ആസ് ബോത്ത് സെൻട്രൽ. അപ്പോൾ ഇതും ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി അടുത്ത കാര്യം പറഞ്ഞിരിക്കുന്ന TV സെക്ടറുകളാണ്. കൂടുതലായിട്ടും ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളത് TV ഇമ്പോർട്ട് ചെയ്യാണ്. അതായത് നമ്മൾ ഇവിടെ അസംബിൾ ചെയ്യുന്നുണ്ടെങ്കിലും കൂടുതൽ സാധനങ്ങളും ഇമ്പോർട്ട് ചെയ്യാണ്.
അപ്പോൾ റീസെന്റ് ആയിട്ട് തന്നെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇന്ത്യയിൽ നിന്ന് റോ മെറ്റീരിയലാണ് പോകുന്നത്, തിരിച്ച് നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്നു. ഇത് ഒരിക്കലും ശരിയല്ല. നമ്മൾ റോ മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് ഫിനിഷ്ഡ് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു നല്ലൊരു കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിലും ഇപ്പോൾ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അതായത് TV ഇമ്പോർട്ട് ചെയ്യുന്നതിൽ കൂടുതലായിട്ടും ഡ്യൂട്ടി കൂട്ടി. ഇതുകൊണ്ട് പല ഇമ്പോർട്ടഡ് TVകൾക്കും ടാക്സ് കൂട്ടിയുകൊണ്ട് തന്നെ പൈസ കൂടാനുള്ള സാധ്യതകളുണ്ട്. ഇനി പ്രധാനമായിട്ടും ലാസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്കിലോട്ട് കിടക്കാം, അതായത് ടാക്സും ഡിഫൻസും അങ്ങനെയുള്ള കാര്യം. ഇപ്പോൾ ടാക്സ് റെജീം നോക്കുകയാണെങ്കിൽ 12 ലക്ഷം വരെയുള്ളവർക്ക് ടാക്സ് ഇല്ല. അതായത് ഇനി 12 ലക്ഷം വരെയുള്ളവർക്ക് പേഴ്സണൽ അതായത് ഇൻകം ടാക്സ് ഇല്ല. അതിൽ കൂടുതലുള്ളവർക്ക് ടാക്സ് ഓൾറെഡി റെജീമുകൾ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഷോർട്സ് വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്തതിന്റെ താഴെ കൊടുക്കാം, ചെക്ക് ചെയ്തു. ഈ ഒരു കാര്യത്തിൽ ഒരു ചേഞ്ചസ് വരുത്തണം എന്നായിരുന്നു എന്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഞാൻ ഇന്നാണ് അറിയുന്നത് 1 ലക്ഷം എല്ലാം വാങ്ങുന്ന ഒരു മിഡിൽ ക്ലാസ് ആണ്. അതായത് 1 ലക്ഷം എല്ലാം വാങ്ങുന്നത് ഇന്ത്യയിൽ തന്നെ ടോപ്പ് 5 ആൾക്കാർ മാത്രമേ ഉള്ളൂ, പെർസെന്റേജ് ആൾക്കാർ. ബാക്കി എല്ലാവരും 15,000 ഒക്കെ മേടിക്കുന്നുള്ളൂ. അപ്പോൾ 1 ലക്ഷം വരെയുള്ള ഈ ഒരു ടാക്സ് റിഡക്ഷൻ കൊടുക്കണോ എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയായിരുന്നു. പക്ഷെ അതിപ്പോൾ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇനി ഗവൺമെന്റ് ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്, അതായത് കോർപ്പറേറ്റ് കമ്പനികളിലെല്ലാം തന്നെ ഫോഴ്സ് ചെയ്തുകൊണ്ട് ഒരു ഇച്ചിരി കൂടെ എമൗണ്ട് കൂട്ടുന്ന, അതായത് കമ്പനിയിലുള്ള തൊഴിലാളികൾക്കെല്ലാം തന്നെ എമൗണ്ട് കൂട്ടുന്ന വിധത്തിലോട്ട് മാറ്റണം. എങ്കിൽ മാത്രമോ സാധാരണ ആൾക്കാരുടെ കയ്യിൽ പൈസ വരുള്ളൂ. പൈസ വന്നു കഴിഞ്ഞാൽ പർച്ചേസിംഗ് പവർ കൂടും. അത് ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ എക്കണോമിക്ക് ഒരു ബൂസ്റ്റ് ആവും. അപ്പോൾ ഇത് അതായത് ഗവൺമെന്റ് എല്ലാം തന്നെ കൂടുതലായിട്ട് കോർപ്പറേറ്റ് കമ്പനികളെ ഫോഴ്സ് ചെയ്യണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് വിചാരിക്കുന്നത്? ഇനി അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, അതായത് ഇന്ത്യയുടെ ഫിസിക്കൽ ഡെഫിസിറ്റ്. അപ്പോൾ ആദ്യം കോവിഡിന്റെ മുന്നിൽ നമ്മൾ ഒരു 3 ഒക്കെ എത്തിയായിരുന്നു ഫിസിക്കൽ ഡെഫിസിറ്റ്. അപ്പോൾ ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്താണെന്ന് വെച്ചാൽ അതായത് ഗവൺമെന്റിന് കിട്ടുന്ന വരുമാനം. അപ്പോൾ ഒരു ഗവൺമെന്റിന് 5 രൂപ കിട്ടുകയാണെങ്കിൽ ഗവൺമെന്റിന് ചെലവ് 5 രൂപയാണെങ്കിൽ ഇതാണ് പറയുന്നത്. ഈ ഡിഫറൻസിനെയാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ പോകുകയാണെങ്കിൽ കുറേ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ പണ്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്നുണ്ട്, ഉണ്ടെങ്കിൽ ആ വീഡിയോ താഴെ കൊടുക്കാം. അപ്പോൾ ആ ഫിസിക്കൽ ഡെഫിസിറ്റ് മാർച്ച് 31 മുൻപ് നിർമ്മലാ സീതാരാമൻ പറഞ്ഞത് അടുത്ത ബഡ്ജറ്റ് ആവുമ്പോൾ തന്നെ 4.9% ആക്കി കുറയ്ക്കുമെന്നാണ്. പക്ഷേ ഈ ബഡ്ജറ്റ് ആയപ്പോൾ 4.8% ആയി കുറച്ചിരിക്കുന്നു. ഇത് എന്തുകൊണ്ടും അഡ്വാൻറ്റേജ് ആണ്. ഇതിലൂടെ പുറമേ നിന്ന് വരുന്ന ഇൻവെസ്റ്റേഴ്സ് അതായത് FIIs കൂടുതലും ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അതായത് ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് ഒരു രാജ്യത്തിന് എത്രത്തോളം കുറവാണോ അത്രത്തോളം ആ രാജ്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സേഫ് ആണ് എന്നുള്ളതാണ് കാര്യം. അതുകൊണ്ട് തന്നെ പുറമേ നിന്നുള്ള ഇൻവെസ്റ്റേഴ്സ് കൂടുതലാവാൻ സാധ്യതകൾ ഉണ്ട്. ഇത് ഒരു നല്ല കാര്യമാണ്. ഇനി ഡിഫൻസിന് ഇച്ചിരി കൂടെ കൂട്ടിക്കൊണ്ട് ഏകദേശം 5 to 6 ലക്ഷം കോടി രൂപയോളം ഈ വട്ടം അലോക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡിഫൻസിന് ഇത് പോരാ എന്ന് പലരും പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ എക്കണോമി നമ്മുടെ കാശുമുള്ള വെച്ച് ഇത് തന്നെ നോർമലാണ്. കാരണം ഇതിൽ കൂടുതൽ നമുക്ക് ഡീറ്റെയിലായി എടുത്തു മാറ്റുകയാണെങ്കിൽ നമ്മുടെ മറ്റ് സെക്ടർ അവിടെ വീക്കാവും. ഒബ്വിയസ്ലി അറിയാം നമ്മുടെ അതായത് ശത്രു രാജ്യങ്ങളെല്ലാം എത്രയാണ് ചെലവാക്കുന്നതും നമ്മൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ വളരെ താഴെയാണ്. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും അതായത് ഈ ടാക്സ് എല്ലാം കാണാൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ വരികയാണെങ്കിൽ ഈ ഡിഫൻസ് സെക്ടറിലോട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. സെക്ടർ വൈസ് എത്ര കോടികൾ മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഡിഫൻസിന് വേണ്ടി 5 ലക്ഷം കോടി രൂപയാണ് ഈ വട്ടത്തെ ബഡ്ജറ്റിൽ മാറ്റി വെച്ചിരിക്കുന്നത്. ഇതായിട്ട് റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടി അതായത് ഗ്രാമീണ ഡെവലപ്മെന്റ് അവിടെയെല്ലാം 2.6 ലക്ഷം കോടി രൂപയും, അതുപോലെ തന്നെ ഹോം അഫയേഴ്സിന് വേണ്ടി 2.6 ലക്ഷം കോടി രൂപയും, അഗ്രികൾച്ചർ അതായത് കൃഷി സെക്ടറിന് 2.3 ലക്ഷം കോടി രൂപയും, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സെക്ടറിന് 1.7 ലക്ഷം കോടി രൂപയും, അതുപോലെ തന്നെ ഹെൽത്ത് സെക്ടറിന് 1.28 ലക്ഷം കോടി രൂപയാണ് ഈ ബഡ്ജറ്റിൽ സെപ്പറേറ്റ് ആയി അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാക്സിമം കാര്യങ്ങളും കവർ ചെയ്തു. ഇതിൽ കൂടുതൽ കവർ ചെയ്യാണ്ട്, പക്ഷെ ഈ ഒരു വീഡിയോയിൽ ഇത്രയും കവർ ചെയ്തു. ഇനി എന്തെങ്കിലും ഡീറ്റെയിൽ ആയി വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. എന്തെങ്കിലും തെറ്റിപ്പോയി എന്നുണ്ടെങ്കിലും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാരണം പെട്ടെന്ന് മേക്ക് ചെയ്ത വീഡിയോ ആണ്, പക്ഷെ മാക്സിമം കാര്യങ്ങൾ നമ്മൾ ക്രോസ് വെരിഫൈ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് വിചാരിക്കുക? കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ.